അനുജ തോപ്പമ്പടി സ്വദേശി മാർട്ടിൻ മേനാച്ചിയുടെ പരാതിയിലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതാ മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് പണം സമ്പാദിച്ചെന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ. ഇതിന് പിന്നാലെ തന്നെയാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഈ ഹർജി എത്രയും പെട്ടെന്ന് ഫയലിൽ സ്വീകരിക്കണമെന്നായിരുന്നു ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത്. ശ്വേതാ മേനോന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി കേട്ടു. അതിനകത്ത് പ്രധാനമായും ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് തുടർ നടപടികളൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് പാടില്ല. അതായത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടക്കാല സ്റ്റേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടിരിക്കുകയാണ്. ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിലേക്ക് സെൻട്രൽ പോലീസിന് നിർദ്ദേശം നൽകിയത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അത്തരത്തിൽ ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കുമ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചു, ഒപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്തത് സെൻട്രൽ പോലീസാണ്. FIR സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചു, ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്ന കോടതിയും പോലീസും വിശദമായ കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ FIR റദ്ദാക്കണമെന്നും ശ്വേതാ മേനോൻ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ ഹർജിയിൽ അതുമായി ബന്ധപ്പെട്ട കോടതി ഇന്ന് പ്രധാനമായും പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം FIR അടക്കം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോകാം എന്നും ഹൈക്കോടതി വ്യക്തമാക്കും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശ്വേതാ മേനോനെ സംബന്ധിച്ചോളം ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഈ പരാതിയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും 3 ചിത്രങ്ങളിലെ, അതായത് പാലേരി മാണിക്യം, ഒപ്പം കളിമണ്ണ് തുടങ്ങിയ 3 സിനിമകളിലെ ചിത്രങ്ങളാണ് പ്രചരിപ്പിക്കുന്നതും യൂട്യൂബിൽ അടക്കം അത് പ്രദർശിപ്പിച്ച ഒരു വലിയ രീതിയിലുള്ള പണം സമ്പാദിക്കുന്നു എന്നായിരുന്നു പരാതി. ഇത് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ പടമാണ്, പ്രദർശിപ്പിച്ച പടമാണ്. ആ സമയത്തൊന്നുമില്ലാത്ത ഒരു ആരോപണം ഈ അമ്മ തെരഞ്ഞെടുപ്പിലേക്ക് പശ്ചാത്തലത്തിൽ ഉണ്ടായത് എങ്ങനെയെന്നാണ് ശ്വേതാ മേനോൻ ഒപ്പം തന്നെ അമ്മ സംഘടനയിലെ സഹമത്സരാർത്ഥികളും ചോദിക്കുന്നത്. ദേവന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇതൊരു കേസിനും ഇതിനൊരു ഗൂഢാലോചന ഉണ്ടതായി സംശയിക്കുന്നതായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രവീന്ദ്രനും വ്യക്തമാക്കി. ദേവന്റെ പ്രതികരണം എന്നത് അമ്മ സംഘടനയെ ആകമാനം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്, ഇത് അങ്ങേയറ്റം നോൺസെൻസ് ആണെന്നാണ് നടൻ ദേവനും ഒപ്പം തന്നെ ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രതികരിച്ചത്. രവീന്ദ്രന്റെ പ്രതികരണം അപ്രകാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജോവിനോ തോമസ് ഇതൊരു കോമഡിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ താരസംഘടനയിൽ നിന്ന് തന്നെ ഒരു വലിയ എതിർപ്പ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കളിമണ്ണ് സിനിമ സംവിധാനം ചെയ്ത ബ്ലസ്സിയുമായി നമ്മൾ സംസാരിച്ചിരുന്ന ഘട്ടത്തിലും അദ്ദേഹവും അത് തന്നെയാണ് പറയുന്നത്. ആ സമയത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് അങ്ങേയറ്റം നമ്മളോട് പ്രതികരിക്കുന്ന ആളുകൾ എല്ലാവരും ഇതിനെ തള്ളുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് എന്താണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ടല്ലോ അഭിനന്ദ്. ശ്വേതയുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. കാരണം അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-നാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 15 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കരുത്, അനാവശ്യമായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന് ഈ റിട്ടേണിംഗ് ഓഫീസർ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്വേതാ മേനോൻ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരുന്നത്. പക്ഷേ ഹർജിയിലും ഒപ്പം തന്നെ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ സ്ത്രീയായ ഒരു വനിത വരുന്നതിൽ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ പോലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വലിയ പിന്തുണയോടുകൂടിയാണ് ശ്വേതാ മേനോൻ മത്സര രംഗത്തേക്ക് പോലും വരുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ പല ഭാഗത്തും ഉണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ വന്ന സമയത്തും ഒരു ടീമായി പ്രവർത്തിച്ച് ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിനകത്തൊരു ഗൂഢ നീക്കമുണ്ട് എന്നുള്ള സംശയം ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. ആ വിഭാഗം പൂർണ്ണമായ പിന്തുണ ഇപ്പോൾ ശ്വേതാ മേനോൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി മുന്നോട്ട് പോകുന്നു, നിയമ നടപടികളുമായി മുന്നോട്ട്. പക്ഷേ ഇവരാരും തന്നെ ഈ മറ്റ് ടീമിലുള്ള ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്ന താരങ്ങളുണ്ട്. അവരുമായി സംസാരിക്കുമ്പോൾ പോലും ഇത് ശ്വേതാ മേനോന്റെ പൂർണ്ണമായി പിന്തുണ നൽകുകയാണ്. അങ്ങനെ ഒരു സംഭവം അമ്മ സംഘടനയ്ക്ക് ഉണ്ടാകില്ല. സംഘടനയെ സംബന്ധിച്ചോളം സിനിമയാണ് വലുത്. സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കണം. അത് അഭിനയിച്ചു കഴിഞ്ഞാൽ അത് സർഗാത്മകത അംഗീകരിച്ചുകൊണ്ട് പ്രേക്ഷകർ മുന്നോട്ട് പോകണമെന്നതാണ് സിനിമാ സംഘടനയിലുള്ള ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. പക്ഷേ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഗൂഢാലോചന എന്നുള്ള വാദം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോന് പൂർണ്ണമായി പിന്തുണ നൽകുന്നു, ഫെഫ്ക പൂർണ്ണമായി പിന്തുണ നൽകുന്നു. സംഘടനയിലുള്ള താരങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം തന്നെ അവരുടെ പ്രതികരണങ്ങളായി ഒരു പിന്തുണ രൂപേണ വരുമ്പോൾ അത് ഗൂഢാലോചന ഏത് രീതിയിലാണെന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായാൽ അത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന നിലപാട് കൂടി രവീന്ദ്രന്റെയും ദേവന്റെയും അടക്കം പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാകുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അത്തരത്തിൽ ഏതെങ്കിലും ഗൂഢാലോചന നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശദമായ സമഗ്രമായ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് പോലീസും വ്യക്തമാക്കുന്നു. ഈ ഹൈക്കോടതിയിൽ നിന്നാണ് ഈ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല, ഒപ്പം തന്നെ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് കോടതിയും പോലീസും സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് പറയുമ്പോൾ 15-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രശ്നം അത് ഒരു ആശ്വാസമായി ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാദം
കൂടി ഇപ്പോൾ അമ്മ സംഘടനയ്ക്കകത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ആരോപണം എത്തിയാൽ മത്സരിക്കരുത് എന്നുള്ള ഭൂരിഭാഗം പേരുടെ അഭിപ്രായത്തെ മാനിച്ചായിരുന്നു ബാബുരാജ് അടക്കമുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ നോമിനേഷൻ പിൻവലിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയെങ്കിൽ ശ്വേതാ മേനോനെതിരെ ഇത്തരം ആരോപണം ഉണ്ടായ സമയത്ത് മാറി നിൽക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും ഗൂഢാലോചന ഇല്ല എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ളത് ഇനി നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ അതെ, ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി അഭിനന്ദ്, ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാവും? FIR റദ്ദാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെയാണ് ഈ കേസ് ഇല്ലാതാവുക. അതിലേക്ക് എപ്പോഴാകും കോടതി അങ്ങനെ അതിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? റിപ്പോർട്ട് തേടിയിരിക്കുകയാണല്ലോ ഇന്ന് കോടതി ചെയ്തത്. അടുത്ത നടപടി എങ്ങനെയാണ്, എപ്പോഴാണ്? ഒരാഴ്ച സമയമാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. IT ആക്ട് 69A പ്രകാരമാണ് ശ്വേതാ മേനോന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR-നടക്കം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് വിദ്യാർത്ഥികളെ അടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിലൂടെ കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികളെ അടക്കം ബാധിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള അങ്ങേയറ്റം ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങളാണ് FIR-ൽ പറയുന്നത്. FIR കോഷ് ചെയ്യണമെന്നുള്ളതാണ്, FIR റദ്ദാക്കണമെന്നുള്ളത് തന്നെയാണ് ശ്വേതാ മേനോന്റെ നിലപാട്. പക്ഷേ റിപ്പോർട്ട് വന്നതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്കായിരിക്കും ഇനി പോലീസും കോടതിയും കടക്കുക. കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. റിപ്പോർട്ട് പരിശോധിച്ചാകും കോടതിയുടെ അടുത്ത നടപടി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ശ്വേതാ മേനോനെ സംബന്ധിച്ച് താത്കാലിക ആശ്വാസം തന്നെയാണ്. ശ്വേതാ മേനോൻ ഉന്നയിക്കുന്നതിൽ വസ്തുതയുണ്ട് എന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ പരാമർശത്തിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നതാണ്. YS അഭിനന്ദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.